എക്സാമിന് സ്ഥിരമായി ചോദിച്ചു കാണുന്ന ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റൻ ആണ്. കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചോളൂ. അങ്ങനെയെങ്കിൽ നമുക്ക് നോക്കാം. ഹിൻഡ്രൻസ് ഓഫ് പ്ലേസ്, ഹിൻഡ്രൻസ് ഓഫ് ടൈം, ഹിൻഡ്രൻസ് ഓഫ് നോളജ്, ഹിൻഡ്രൻസ് ഓഫ് റിസ്ക്. ഓക്കെ, അപ്പൊ അങ്ങനെയെങ്കിൽ ഹിൻഡ്രൻസ് ഓഫ് പ്ലേസിനെ കവർ ചെയ്യുന്ന ഏതാണ് ഇതില്? ഇറ്റ് ഈസ് ട്രാൻസ്പോർട്ടേഷൻ. ഹിൻഡ്രൻസ് ഓഫ് പ്ലേസിനെ കവർ ചെയ്യുന്ന ട്രാൻസ്പോർട്ടേഷൻ ആണ്. ഓക്കെ, സെക്കൻഡ് വൺ ഹിൻഡ്രൻസ് ഓഫ് ടൈം. ഒരു സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, മറ്റൊരു സമയത്താണ് വിൽക്കുന്നത്. അപ്പൊ അതുവരെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം. അങ്ങനെയെങ്കിൽ എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? വെയർ ഹൗസിലാണ്. ഓക്കെ, ഹിൻഡ്രൻസ് ഓഫ് ടൈമിനെ കവർ ചെയ്യുന്ന വെയർ ഹൗസിങ്. തേർഡ് വൺ ഹിൻഡ്രൻസ് ഓഫ് നോളജ്. ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്ക് അറിവില്ലാതിരിക്കുക, അതിനെക്കുറിച്ച് ഇൻഫർമേഷൻ കിട്ടിയാലും നമുക്ക് കറക്റ്റ് ആയിട്ട് ആ പ്രൊഡക്റ്റ് വാങ്ങാൻ പറ്റും. അപ്പൊ നോളജ് കിട്ടണമെങ്കിൽ എന്ത് വേണം? നമ്മൾ അതിനെക്കുറിച്ച് അഡ്വർടൈസ്മെന്റ് കിട്ടും, പരസ്യം കാണുമ്പോഴാണ് നമുക്ക് നോളജ് കിട്ടുന്നത് അല്ലേ? അപ്പൊ ഹിൻഡ്രൻസ് ഓഫ് നോളജിനെ കവർ ചെയ്യുന്നത് അഡ്വർടൈസ്മെന്റ് ആണ്. ഹിൻഡ്രൻസ് ഓഫ് റിസ്കിനെ കവർ ചെയ്യുന്നത് ഏതാണ്? റിസ്ക് ഒഴിവാക്കാൻ നമുക്ക് എപ്പോഴും എടുക്കുന്നതാണ് ഇൻഷുറൻസ്. ഓക്കെ, ഇത് എസ്ഐക്ക് പോലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. വാട്ട് ആർ ദ ഹിൻഡ്രൻസ് ഓഫ് കൊമേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ കൃത്യമായിട്ട് പഠിച്ചോളൂ. അങ്ങനെയെങ്കിൽ ഹിൻഡ്രൻസ് ഓഫ് ഫിനാൻസിനെ കവർ ചെയ്യാനായിട്ടുള്ളത് ഏതാണ്, അതിനുള്ള റെമഡി ഏതാണ് എന്നുള്ളത് താഴെ കമന്റ് ചെയ്യും.